ഹായ് ഓൾ. ഇന്ന് നമുക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അപ്പം ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ കുറച്ച് ദിവസമായിട്ട് പണി നടക്കുക. ഫാമിൽ പണിയെടുക്കണ പോലെ റൂം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, പിന്നെ ഫാമത്തെ പണിയും നടക്കുന്നുണ്ട്. അതൊരു വൈക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അമ്മക്ക് ഇന്ന് അടിച്ചു കൊടുക്കാനുള്ള ഡ്രസ്സാണ് ഇത്. മുന്നേ അടിച്ച സെയിം മോഡൽ തന്നെയാണ് ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ ലുക്ക് ഒന്നും കാണിച്ചിട്ടില്ല. ഒക്കെ സെയിം മോഡൽ ആയതുകൊണ്ട് തന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇമ്മ വർക്കിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നെയാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് എടുക്കല്. കുക്കിംഗ് അമ്മേനെ പൊതുവേ എടുക്കാറുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ഇതിനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. മെയിൻ ഷെഫ് അനിയത്തിയാണ്, ഞാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്തൊക്കെ ഇടണം, അളവും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇമ്മ പറഞ്ഞു തന്നതും പറയാത്തതുമായിട്ടുള്ള പൊടികളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടേസ്റ്റ് ഇതൊക്കെ ഇപ്പൊ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മടിച്ചണീന്റെ ഇടയിൽ വന്നിട്ട് പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നു. ഇമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ലഞ്ചിന് മീൻകറിയും കോവക്ക പൊരിച്ചതും ചമ്മന്തിയായിരുന്നു. ഞങ്ങൾ കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോഴേക്കും പണി ഇത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉമ്മാന്റെ പിന്നാലെ പോകുന്നതാണ് ഇവള്. ഈ ഒരു വീട് കണ്ടാൽ ഒരു പേടി പോലെ തോന്നുന്നുണ്ടല്ലോ, അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഞങ്ങൾക്ക് ഇത് കണ്ട് ശീലമായിക്കണം, അതുകൊണ്ട് പേടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണിച്ചിട്ടില്ല. രാത്രി ആയപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സ ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾക്ക് കണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി. പിസ്സയിൽ പൊതുവേ എഗ്ഗൊന്നും ചേർക്കാറില്ല, പക്ഷെ ഞങ്ങളിവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് മുന്നേ പറഞ്ഞത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രെഡ് പിസ്സ അല്ലാന്ന്. ഇമ്മക്ക് കുക്കിംഗ് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടാവില്ല. എന്താണോ കയ്യിൽ കിട്ടണത് അത് വെച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കും. ഇനി അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര സ്പീഡിലാണ് നമ്മൾ കുക്ക് ചെയ്യുക. നമ്മളെ പോലെ കുറെ ടൈം എടുത്തിട്ടൊന്നല്ല കുക്ക് ചെയ്യല്. ഇമ്മക്ക് വേറെ വർക്കുള്ളതാണ്, എന്നെ പെട്ടെന്ന് തന്നെ കുക്കിംഗ് ഒക്കെ തീർത്തിട്ട് വർക്ക് ചെയ്യാൻ പോകാനാണ് നോക്കല്. ചില ദിവസം നമുക്ക് വരാനും കഴിയലില്ല. അങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് കുക്ക് ചെയ്യുക. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു തരും, അതുപോലെ ഞങ്ങൾ ചെയ്യും, അത്ര തന്നെ. മാക്സിമം അമ്മ തന്നെ ഉണ്ടാക്കി തരാൻ നോക്കലുണ്ട്. അത്രയും തിരക്കുണ്ടെങ്കിലുള്ള ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം. ഞങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണേ.